ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് കൂടി അത് കഴിഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഇപ്പോഴും ജില്ലാ തലത്തിലാണ് അവലോകനങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഈ അവലോകനങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മുള്ളും മുനയും വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് ഉണ്ടായത്. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലാകട്ടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരാൺകുട്ടി പോലും CPM ഇല്ലാതെ പോയി എന്നതാണ് CPM എന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അദ്ദേഹത്തിന് മുഖത്ത് നോക്കി സംസാരിക്കാൻ ആരും തയ്യാറായില്ല. എന്തിനേറെ റിയാസ് എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൺകുട്ടിയെപ്പോലെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലാതെ പോയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പരിഹാരമില്ലാതെ പോയാൽ കേരളത്തിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല. ഇതാണ് സ്ഥിതി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്താണ്? പരിപൂർണമായിട്ടൊരു നിഷേധ തരംഗമാണ്. വേണമെങ്കിൽ ചുഴലിക്കാറ്റെന്ന് പറയാം. അതാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയോജകമണ്ഡലമായിട്ട് നമുക്കെല്ലാത്തിനും അറിയാവുന്ന നമ്മുടെ ധർമ്മടം നിയോജകമണ്ഡലം, ആ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ കാലിനടിയിൽ മണ്ണ് ചോർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പഴയ പോരാട്ട വീര്യമുള്ള മണ്ണുണ്ടല്ലോ, കരിവള്ളൂർ തുടങ്ങി നിങ്ങൾ എടുത്ത് നോക്കിയോ. കരിവള്ളൂരാകട്ടെ, തില്ലങ്കേരി ആകട്ടെ, മുന്നേംകുന്നാകട്ടെ, ഒഞ്ചിയമാകട്ടെ, അവിടെയൊക്കെ തന്നെ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. വല്ലാത്തൊരു നിഷേധ തരംഗം. ഒരു ഗവൺമെൻറ്റിനായിട്ട് വികാരം എന്നതിനേക്കാൾ ഏറെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും ആ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും അതുപോലെ അഴിമതിക്കുമെതിരായിട്ട് ഒരു ജനവിധിയായിട്ടാണ് ഞാൻ ഈ ജനവിധിയെ കാണുന്നത്. ജില്ലാ ഘടകങ്ങളിൽ പിണറായി വിജയൻ ആ ജില്ലയിലെ കമ്മിറ്റി മീറ്റിംഗിൽ പോരെങ്കിൽ അവിടെയും മിണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നട്ടലിയുടെ ഒരു ആൺകുട്ടി പോലും ഇപ്പോൾ CPM-ൽ ഇല്ലാതെ പോയതാണ് CPM-ന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. തീർച്ചയായിട്ടും ഞാൻ കണ്ടല്ലോ, മിസ്റ്റർ ബിനോയ് വിശ്വം എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം എന്തൊരു വിനീത വിധേയനായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ദുരന്തം. ഘടകകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും അഭിപ്രായം പറയാൻ മടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ പാർട്ടിയെ സംബന്ധിച്ച് പറയാനുള്ളത്? RJD തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകളൊന്നും എവിടെ നടന്നിട്ടില്ല. RJD വരണോ വേണ്ടിയോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട പ്രശ്നമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോഴൊരു അഭിപ്രായം പറയുന്നില്ല. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനമാണ് പുറത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽ DGP-യുടെ ഒക്കെ കത്ത് ഉൾപ്പെടെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. അത് ഇന്നിപ്പം സബ്മിഷനായിട്ട് സഭയിലടക്കം വരികയാണ്. അതിൽ ഏത് തരത്തിലായിരിക്കും? അതിലും വളരെ ഭീകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ. കാരണം കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ആരംഭിക്കുന്ന 1969 വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. ആ കൊലപാതകത്തിൽ ആരാണ് പ്രതി? ശ്രീമാൻ പിണറായി വിജയൻ. ശിക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ പോലും അദ്ദേഹമാണ് പ്രതി. അതായത് കേരള രാഷ്ട്രീയത്തിൽ അക്രമത്തിൻ്റെ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച് ശ്രീമാൻ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൽ നിന്ന് അതിലപ്പുറം നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. കാരണം ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അതിൻ്റെ ഗൂഢാലോചന ആസ്പെക്ട് ഇപ്പോഴും അന്വേഷിക്കപ്പെട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാന കാലത്ത് CBIക്ക് ആ കേസ് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. CBIക്ക് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ശേഷം ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ ഇക്കാര്യത്തിൽ താല്പര്യമെടുത്തില്ല. അന്വേഷണം എങ്ങും എത്തിയില്ല. ആ അന്വേഷണം കൃത്യമായിട്ട് നടത്തപ്പെടുകയാണെങ്കിൽ ആരൊക്കെ ജയിലിൽ പോകുന്ന കാര്യം പറയേണ്ട കാര്യമില്ല. ആ ഗൂഢാലോചനക്കാരായ ആളുകളൊക്കെ തന്നെ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ചന്ദ്രശേഖരൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഭീകര കുറ്റവാളികൾ, ഈ ഡ്രഗ്ഡ് ക്രിമിനൽസ്, ആ ക്രിമിനൽസ് അവരെ അനന്തമായിട്ട് ജയിലിൽ ഇങ്ങനെ അവരെ താമസിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊട്ടിത്തെറിക്കും. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയും. ആ ഗൂഢാലോചനയുടെ നാൾ വഴികളൊക്കെ തന്നെ ഞങ്ങൾ പറയുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ CPM-ന്റെ മുമ്പിൽ അവർ വെച്ചിരിക്കുന്നത്. അതിന് ഭയന്നുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം നീങ്ങിയത്. ഏതായാലും കേരളത്തിൽ അത്തരമൊരു തീരുമാനം നടപ്പിലാക്കുമെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അതൊരു വൃഥാമോഹം മാത്രമായിരിക്കും. മുരളീധരൻ നിലപാട് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. മുരളീധരൻ ഒരു 2-3 ദിവസം മുമ്പെയാണ്
അദ്ദേഹം നിലപാട് മാറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വടകര വന്നൊരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു. അദ്ദേഹം എന്താണെന്ന് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല.